പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയിൽ മടിപ്പ് തോന്നരുത് എന്ന് പ്രഭാഷകൻ 7-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മോട് പറയുന്നുണ്ട്. ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്നും ദൈവത്തോട് നന്ദി പറയണമെന്നും വിശുദ്ധ ഗ്രന്ഥം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 17-18 തിരുവചനങ്ങളിൽ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. നശ്വരമായ ലോകത്തിൻ്റെ വ്യാമോഹങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യന് പ്രാർത്ഥിക്കുവാൻ സമയമില്ല. ഇനി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന നമുക്ക് എന്താണ് നാം പ്രാർത്ഥിക്കുന്നതെന്നും ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്നും നമുക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല. നാം കുറേ കാണാതെ പഠിച്ചിരിക്കുന്ന കുറേ പ്രാർത്ഥനകൾ ഉരുവിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്നല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥനയോട് മടുപ്പ് തോന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൃദയത്തിൽ നിന്നല്ലാതെ വരുന്ന ഈ അധര വ്യായാമമായി നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും മാറാറുണ്ട്. ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥനകൾ ഉയരേണ്ടത്, അല്ലെങ്കിൽ അത് അധര വ്യായാമമായി മാറും. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്നും അകലെയാണ്. നാം പ്രാർത്ഥിക്കുന്നത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനും സർവാധിപനുമായ ദൈവത്തോടാണ്. ദൈവത്തിന് അസാധ്യമായ യാതൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ബോധ്യത്തിൽ നിന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് മടിപ്പ് തോന്നുകയില്ല. ആ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന്. അപ്പോൾ നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും കൂടുതൽ ശ്രദ്ധയോടും ആത്മാർത്ഥതയോടും നാം ദൈവത്തോട് പ്രാർത്ഥിക്കും. നാം വേണ്ട വിധം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ല. ദൈവത്തിൻ്റെ ആത്മാവാണ് ബലഹീനരായ നമ്മെ പ്രാർത്ഥിക്കുവാനായിട്ട് സഹായിക്കുന്നത്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണെന്നും അതുപോലെ എന്താണ് നാം പ്രാർത്ഥിക്കുന്നത് എന്നും അറിഞ്ഞിരിക്കണം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഹൃദയ വിശുദ്ധി വരുത്തിയതിന് ശേഷം വേണം നാം പ്രാർത്ഥിക്കുവാൻ. അതുപോലെ ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് എന്നിൽ സംഭവിക്കട്ടെ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നിരത്തിക്കൊണ്ട് അത് പട്ടികയുമായി യേശുവിൻ്റെ മുമ്പിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ദൈവത്തിനറിയാം. ദൈവമക്കളായ നമുക്ക് തക്ക സമയത്ത് അവയെല്ലാം ദൈവം നൽകുകയും ചെയ്യും. ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുക, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമ്മെ വേണ്ട വിധം പ്രാർത്ഥിപ്പിക്കാൻ സഹായിക്കുന്നത്, മടിപ്പ് കൂടാതെ നിരന്തരം പ്രാർത്ഥിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടിയായിരുന്നു നാം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നൊരു ജീവിതം നമുക്ക് നയിക്കുവാനും സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.